നമുക്ക് ഒരു അരച്ചുകലക്കി ഉണ്ടാക്കാം. അപ്പോൾ അരച്ചുകലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എരിമാങ്ങയാണ്. എരിമാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കുമാങ്ങ പോലെയാണെങ്കിലും അതിൽ കുറച്ച് മുളകും കായത്തിൻ്റെ അളവൊക്കെ കൂടുതലായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എരിമാങ്ങ ഞാൻ നമ്മുടെ തന്നെ വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു എരിമാങ്ങ വർഷങ്ങളോളം നമ്മുടെ കയ്യിൽ എടുത്തു വെക്കാൻ പറ്റും, സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു അരച്ചുകലക്കി ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരകുക, പിന്നെ എരിമാങ്ങയുടെ ഒരു 2-3 കഷ്ണം എടുക്കുക നമ്മുടെ തേങ്ങയ്ക്ക് അനുസരിച്ചിട്ട്. ഇതിൽ നല്ലോണം മുളക് പൊടി, ഉപ്പ്, കായപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ അരയ്ക്കണ സമയത്ത് അധികമായിട്ട് ഉപ്പ് ചേർക്കണോ എരിവ് ചേർക്കണോ എന്നൊക്കെ അരച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം എരിവൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. പിന്നെ വേണ്ടത് നല്ല പുളിച്ചിട്ടുള്ള മോരാണ്. തൈര് അരച്ച് കലക്കിക്ക് എടുക്കില്ല. തൈര് നന്നായിട്ട് അടിച്ച് അതിൻ്റെ വെണ്ണ നീക്കി അതിൻ്റെ പാട നീക്കിയിട്ടുള്ള നേർത്തിട്ടുള്ള മോരാണ് അരച്ച് കലക്കിക്ക് എപ്പോഴും നന്നാവുക. ഇത് വളരെ സിമ്പിളാണ്. ഈ തേങ്ങയും എരിമാങ്ങയുടെ കഷ്ണവും മോരും കൂടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അതിൽ വറുത്തിടണം. ഇനി ഈ അരച്ച് കലക്കി ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കണവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയാം, അരച്ച് കലക്കി എന്ന് പറഞ്ഞാൽ എരിമാങ്ങ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. എരിമാങ്ങയ്ക്ക് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഉപ്പിലിട്ട നെല്ലിക്കയോ ഇനി അല്ലെങ്കിൽ വേണ്ട പച്ച നെല്ലിക്കയാണെങ്കിൽ ആ നെല്ലിക്ക കുരു കളഞ്ഞത് ഒരു 3-4 നെല്ലിക്ക, കുറച്ച് തേങ്ങ, ഇതുപോലെ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക്, ഉപ്പ് ചേർത്തിട്ട് മോര് കൂട്ടി അരച്ചിട്ട് വറുത്തിട്ടാലും അരച്ച് കലക്കിയാണ്. എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് അരച്ച് കലക്കാം. ഇഞ്ചിയുടെ കഷ്ണം ഉണ്ടെങ്കിൽ ഇഞ്ചിയുടെ കഷ്ണം കൊണ്ട് അരച്ച് കലക്കാം. ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ട് അരച്ച് കലക്കാം. ഒന്നും വേണ്ട പച്ചമാങ്ങ കൊണ്ട് അരച്ച് കലക്കി ഉണ്ടാക്കും, ചേന കൊണ്ട് അരച്ച് കലക്കി ഉണ്ടാക്കും, ചേനയുടെ കഷ്ണം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ തേങ്ങയും മോരും ചേർത്തിട്ട് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അരച്ച് മോരിന് നന്നായിട്ട് കലക്കി എടുക്കണേനെയാണ് അരച്ച് കലക്കി എന്ന് പറയുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്രയും കട്ടിയിൽ വേണ്ട, നമുക്ക് കുറച്ചൊരു ലൂസാക്കണം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഒരു മോര് ഒഴിച്ചിട്ട് നമുക്കത് ആവശ്യാനുസരണം ഇതുപോലെ ലൂസാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടും കൂടി വേണം. അപ്പോൾ അതാ നല്ല അസല് അരച്ച് കലക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണക്കുമാങ്ങയോ എരിമാങ്ങയോ ഇതൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടി ഉണ്ണാൻ മാത്രമല്ല ഇതുപോലെ അരച്ച് കലക്കാൻ വേണ്ടിയിട്ടും എടുക്കാം കേട്ടോ. അസാധ്യ രുചിയാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ ആ സിംപ്ലിസിറ്റിക്കാണ് അതിൻ്റെ ഒരു സ്വാദുള്ളത്. അപ്പോൾ ഉണ്ടാക്കി വെക്കും കേട്ടോ.